Hi, welcome to Lash Class. BA English third semester ഡ്രാമയിലെ ഡിജിറ്റൽ തിയേറ്റർ ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഡിജിറ്റൽ തിയേറ്ററിന് എക്സാമ്പിളായി വരുന്ന ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്നൊരു പ്ലേനെ കുറിച്ചിട്ടുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ളൊരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. Theatre has always adapted to the changing trends of society, and in the modern era, it has become inseparable from digital technology. തിയേറ്റർ അല്ലെങ്കിൽ നാടകം ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പുരോഗമിച്ചിട്ടുള്ളത്. കഥയിലും അതുപോലെ തന്നെ സ്റ്റേജ് സെറ്റിങ്സിലുമെല്ലാം കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ തിയേറ്ററിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ടെക്നോളജി തിയേറ്ററിൻ്റെ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഭാഗമായി തീരുന്നത് നമ്മൾ കാണുന്നു. Digital theatre refers to theatrical productions that incorporate digital elements into performance. ഈ ഡിജിറ്റൽ തിയേറ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജിയുടെ സാധ്യതകൾ തിയേറ്റർ പെർഫോമൻസിനകത്ത് അല്ലെങ്കിൽ നാടക അവതരണത്തിനകത്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ തിയേറ്റർ എന്ന് പറയുന്നത്. These include various audio-visual components, live streaming, virtual and augmented reality, and interactive online performances. സാധാരണഗതിക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജിക്കകത്ത് ഉപയോഗിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓഡിയോ വിഷ്വൽ കോമ്പോണൻസ് ആണ്. അതായത് സ്റ്റേജിനകത്ത് പ്രൊജക്ടറൊക്കെ വെച്ചുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് പ്ലേ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ AR VR തുടങ്ങിയിട്ടുള്ള ടെക്നോളജിയും ഈ തിയേറ്റർ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിക്ക് ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. This integration has transformed narrative structures, storytelling techniques, and audience engagement, making theatre more accessible to global audiences. അപ്പോൾ ഇത്തരം ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് തിയേറ്ററിനകത്ത് നരേറ്റീവ് ടെക്നിക്കിലും അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ഈ ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നാടകങ്ങൾക്കകത്ത് ഇപ്പോൾ ഫ്ലാഷ് ബാക്കുകളൊക്കെ കാണിക്കാൻ വേണ്ടി എളുപ്പമാണ്. നമ്മൾ 30 Days in September തുടങ്ങിയിട്ടുള്ള പ്ലേക്കകത്ത് നമ്മൾ കാണുന്നുണ്ട് ഫ്ലാഷ് ബാക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ കാരണം കൊണ്ട് നാടകങ്ങൾക്കകത്ത് കഥ പറയുന്ന രീതിക്കകത്തൊക്കെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ ഓഡിയൻസിന് കൂടുതൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി കഴിയുകയും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു മീഡിയമായിട്ട് തിയേറ്റർ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുള്ള നാടകമൊക്കെ ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലൊക്കെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. The evolution of digital theatre began with video art in the 20th century and expanded alongside the growth of the internet and social media. അപ്പോൾ ഡിജിറ്റൽ തിയേറ്റർ ആരംഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ ടെക്നോളജിയിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടാണ്. ആദ്യം വീഡിയോ ആർട്ടിൻ്റെയും പിന്നീട് ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കൂടെയാണ് ഡിജിറ്റൽ തിയേറ്ററും ഡെവലപ്പ് ചെയ്തു വരുന്നത് നമ്മൾ കാണുന്നത്. The COVID-19 pandemic significantly accelerated the development of digital theatre as lockdowns and cancellations of live events forced performances to move online. പിന്നീട് COVID-19 ഭാഗമായിട്ടുള്ള ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്ത് ഡിജിറ്റൽ തിയേറ്റർ വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. കാരണം ആ സമയത്ത് സ്റ്റേജുകളിലും മറ്റൊന്നും പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ലൈവ് സ്ട്രീമിങ്ങും മറ്റൊക്കെ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ വളർച്ച വേഗത്തിലാവുന്നത് നമ്മൾ കാണുന്നു. Contemporary digital theatre now includes live streamed performances, interactive digital experiences, and multimedia installations that blend traditional theatrical forms with modern technology. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ള ഈ ഡിജിറ്റൽ തിയേറ്ററിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൾട്ടിമീഡിയയുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റും അതുപോലെ തന്നെ ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പഴയ കാലത്തുള്ള ഈ നാടകങ്ങളുടെ സ്റ്റേജിലുള്ള അവതരണം എന്നിവയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ സാധ്യതകൾ കൂടി ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. Social media enhances audience interaction, encouraging discussion, participation, and community building both during and after performances. ഇനി സ്റ്റേജിനകത്ത് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ടൂൾസിന് പുറമെ സോഷ്യൽ മീഡിയ കൂടി ഡിജിറ്റൽ തിയേറ്ററിന് സഹായകമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനും ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനുമൊക്കെ അത്തരം കാര്യങ്ങൾ സഹായിക്കുന്നു.
Additionally, digital theatre serves as an effective educational tool, exposing students to diverse performance styles and interactive modes of expression. ഇതുകൂടാതെ തന്നെ ഡിജിറ്റൽ തിയേറ്റർ ഒരു എഡ്യൂക്കേഷണൽ ടൂളായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ പോലുള്ള പെർഫോമൻസ് ആർട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാടകങ്ങൾ കാണുന്നതിനുള്ള അവസരമൊക്കെ ഡിജിറ്റൽ തിയേറ്ററിലൂടെ ലഭിക്കുന്നു. However, it faces challenges such as maintaining artistic authenticity, ensuring high production quality, and addressing the economic impact on traditional live venues. എന്നാൽ ഇങ്ങനെയാണെങ്കിലും ഡിജിറ്റൽ തിയേറ്ററിന് അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പ്ലേ സ്ട്രീം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എസ്തെറ്റിക് ക്വാളിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ട് അത് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുക തുടങ്ങിയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ഡിജിറ്റൽ തിയേറ്റർ നേരിടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളൊരു പ്ലേനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ. A notable example of digital theatre is The Art of Facing Fear, created during the COVID-19 pandemic by Ivan Cabral and Rodolfo Garcia Vasquez of the Os Sateros group in Sao Paulo. അപ്പോൾ ദി ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ ആണ് നമ്മൾ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയുന്നത്. COVID-19 ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ ഒരു പ്ലേ അവതരിപ്പിക്കപ്പെടുന്നത്. സാവോ പോളോ ബ്രസീലിലുള്ള ഓസ് സാറ്ററോസ് എന്ന് പറയുന്ന ഒരു തിയേറ്റർ ട്രൂപ്പാണ് ഈ ഒരു പ്ലേ അവതരിപ്പിക്കുന്നത്. ദ പ്ലേ വാസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ദ സൂം പ്ലാറ്റ്ഫോം, ഫീച്ചറിംഗ് ആൻ ഇൻ്റർനാഷണൽ കാസ്റ്റ് ഫ്രം യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് സൗത്ത് അമേരിക്ക, വിത്ത് ഓൾ റിഹേഴ്സൽ ആൻഡ് പെർഫോമൻസസ് കണ്ടക്റ്റഡ് ഓൺലൈൻ. ഇനി ഈ നാടകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് സൂമിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു കാസ്റ്റാണ് വരുന്നത്. യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും സൗത്ത് അമേരിക്കയിലും ഒക്കെ ആക്ടേഴ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ റിഹേഴ്സൽ ചെയ്യുന്നതും അതുപോലെ തന്നെ നാടകം അവതരിപ്പിക്കുന്നതും ഒരു സൂം മീറ്റിങ്ങിലൂടെയാണ് എന്ന് നമ്മൾ കാണുന്നു. Set in a dystopian future after 5,555 days of quarantine, the play explores themes of loneliness, fear of infection, authoritarianism, intolerance, and the erosion of personal freedom. ഇനി ഈ പ്ലേ ഒരു സൂം മീറ്റിങ്ങിനകത്താണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറിൽ ഒരു സയൻസ് ഫിക്ഷനൊക്കെ പോലെ വരാനിരിക്കുന്ന കാലത്ത് നടക്കുന്ന ഒരു കഥ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. 5555 ദിവസമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് ക്വാറന്റൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു COVID-19 ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ ഒരു പ്ലേ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു എക്സാജറേഷൻ ആയിട്ടാണ് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ലോക്ക്ഡൗണുള്ള ഒരു അവസ്ഥ ഇങ്ങനെ ഈ പ്ലേക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവരവരുടെ ഈ ഫിയേഴ്സ്, അതുപോലെ തന്നെ ഈ ഒറ്റപ്പെടൽ, ലോൺലിനെസ്, അതുപോലെ തന്നെ ഈ ഒരു അധികാര ദുർവിനിയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലേക്കകത്ത് തീമുകളായിട്ട് വരുന്നത്. The production also incorporates audience participation, inviting viewers to share their experiences and fears in real time. ഇനി ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതും ഈ പ്ലേയുടെ ഒരു സവിശേഷതയാണ്. അപ്പോൾ സൂം മീറ്റിങ്ങിനകത്ത് ഈ പ്ലേ അവതരിപ്പിക്കുന്ന സമയത്ത് അത് കാണുന്ന ഓഡിയൻസിന് അവിടെ കമൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് അവരുടെ ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫിയേഴ്സും ആങ്സൈറ്റീസും ഒക്കെ അവിടെ കമൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ പ്ലേ കൊടുക്കുന്നു. These responses are then woven into the actors' monologues. അങ്ങനെ ഓഡിയൻസ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ ആങ്സൈറ്റിയും ഫിയേഴ്സും എല്ലാം ഈ ആക്ടേഴ്സ് അവരുടെ ഡയലോഗിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മോണോലോഗിൻ്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് പറയുന്ന രീതിയിൽ ഒരു ഓഡിയൻസ് ഇൻട്രാക്ഷൻ വരുന്ന രീതിയിലാണ് ഈ പ്ലേ അവതരിപ്പിക്കുന്നത്. The Art of Facing Fear gained international acclaim for its innovative use of digital theatre and its powerful social and political commentary. അപ്പോൾ ആർട്ട് ഓഫ് ഫേസിംഗ് ഫിയർ എന്ന് പറയുന്ന ഒരു പ്ലേ ലോകവ്യാപകമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. പ്രധാനമായിട്ടും ഡിജിറ്റൽ തിയേറ്ററിൻ്റെ പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയവുമായിട്ടുള്ള തീമുകളൊക്കെ എടുത്ത് അതിനകത്ത് കമൻട്രിയൊക്കെ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന രീതിയിലുമാണ്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.